അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. വീട്ടിൽ പോകാന്ന് വെച്ചാൽ നാളെ എനിക്ക് സെക്കൻഡ് നൈറ്റ് ഷിഫ്റ്റാണ്. ഞാനിവിടെ ഒരു കോട്ടയത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുക. അപ്പം നാളെ നൈറ്റ് ഷിഫ്റ്റാണ്. അപ്പം ഇന്ന് പകലുണ്ട്, നാളെ വൈകുന്നേരം വരെ ഉണ്ട്. അപ്പം നാളെ രാത്രി 12 മണിക്ക് എനിക്ക് കയറിയാൽ മതി. 11:55 11:45 ആകുമ്പോൾ കയറും. അങ്ങനെ വരുമ്പോഴത്തേനും ഇവിടെ വെറുതെ നിൽക്കുന്നു. ഇത് മൊത്തം അലക്കാനാണ്. എല്ലാ ഹോസ്റ്റലിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ വീട്ടിൽ പോകുന്നത് ഇതിനു വേണ്ടിയാണ്, അമ്മമാരെ കൊണ്ട് അലക്കിക്കാൻ. അതിനുവേണ്ടി ഞാനും പോവാം. ഇപ്പം ഞാൻ സ്റ്റേ ചെയ്യുന്നത് ആമ്പക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇല്ലിക്കൽ, കോട്ടയം ഇല്ലിക്കൽ ആമ്പക്കുഴി. അപ്പം അവിടുന്ന് ഇനി നമ്മൾ ബസ് പിടിച്ച് അങ്ങോട്ട് പോകണം. എങ്ങോട്ടാ? നാമ്പടം സ്റ്റാൻഡിലോട്ട്. അവിടുന്നേ ഉള്ളു. പിന്നെ കുമളിവണ്ടി. എൻ്റെ വീട് മുണ്ടക്കയമാണ്. അപ്പം മുണ്ടക്കയത്തിന് പോകണം. അപ്പം അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഇരിക്കുക. ഇതന്നാണ് ഈ ഫ്രണ്ട് കാണിച്ചു വെച്ചത്. നീയാണ് ഈ വണ്ടിക്കകത്ത്? ഇതേത് വണ്ടിന്ന് അറിയോ? ഇത് വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു വണ്ടി കേട്ടോ. നമ്മൾ രണ്ട് ഒരുമിച്ചാണല്ലോ ബസ് ഓടിക്കാൻ പഠിച്ചത്. അതെ അതെ അതെ, ആഗ്രഹമായിട്ട് വന്നിട്ട് ഞാൻ വേറെ വഴിക്ക് പോയത്. ഇവനിപ്പോ ഓടിക്കുന്ന, അതെ ഇവൻ ഓടിക്കുന്ന ബസ്സായത് ഉണ്ടാക്കത്തെ. കോട്ടയം സ്റ്റാൻഡിന് മാത്രമുള്ള തോന്നല്ലേ ഇത്രയും വളഞ്ഞു ചുറ്റ് അല്ലേ? അല്ലടാ, അതുപോലെ KSRTC വണ്ടി ഇവിടെ കയറത്ത് വരും തോന്നല്ലേ? കയറത്തില്ല. ഇന്ന് ഞായറാഴ്ച ആയണ്ടെന്ന് ആള് ഭയങ്കര കുറവാ. ഇവന്മാര് ടിക്കറ്റ് എടുക്കുന്നില്ല കേട്ടോ. ഇവന്റെ കൂട്ടുകാരനാണോ? അതെ, റോഡെല്ലാം ഭയങ്കര കാലിയാണ്. പക്ഷെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ കോട്ടയത്ത് ആരുമില്ല. ഇതുപോലൊരു സ്ഥലം കോട്ടയം മാത്രമാണെന്ന് തോന്നുന്നു ഇങ്ങനെ. ഇല്ലടാ, ആളുകളുടെ ശല്യം കാണാൻ വണ്ടി ഓടിച്ചാൽ. അതെ അതെ, നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്നവർക്ക് പിന്നെ സമയമുണ്ടല്ലോ. ഒരു സമയത്തിന് നമുക്ക് കയറി പോകണം, അല്ലെ വേറെ വണ്ടിക്കാർ വന്ന് എന്നാണ് കേൾക്കത്തില്ല. അതെ, അത് വണ്ടിയെ പോകുന്നവർ പതുക്കെ പോകണം, അവർക്ക് എത്താം. പക്ഷെ ബസ് അങ്ങനെയല്ലല്ലോ. അതെ അതെ അതെ, ബസ് അങ്ങനെയല്ലല്ലോ. ബസ്സിന് കറക്റ്റ് സമയത്ത് ഇന്ന സ്ഥലം കഴിയണമെന്നും എല്ലാം ഉണ്ടല്ലോ. ഇവിടുന്ന് അങ്ങോട്ടാട്ടോ കുമരകം പോകുന്ന റൂട്ട്. ഇവിടുന്ന് റൈറ്റ്. എന്തിനോ വേണ്ടി പണിത ഒരു പാലം. അതെ, എന്തിനാന്ന് പോലും അറിയാതെ പണിതൊരു സ്ഥലം ഇത്. കോട്ടയത്തിന് എപ്പോഴും ഒരു നാണക്കേടായിട്ടുള്ളൊരു ബസ് ലൈഫ് ആട്ടോ. ഇതിനല്ലേ ശാസ്ത്രി റോഡെന്ന് പറഞ്ഞത്? ഇത് ഇറങ്ങി ചെല്ലുന്നു. അതെ, ഇവിടെ ആകെ വൃത്തിയുള്ള റോഡ് ഇത് മാത്രമേ ഉള്ളൂ. അതെ, നല്ല രസമുണ്ട്. എവിടെ? ഇതിന് ലൈറ്റിന് വേണ്ടിയായിരിക്കും അല്ലേ? വെച്ചിട്ടില്ല. കോട്ടയത്തെല്ലാം പതുക്കെ. അതെ, കോട്ടയത്തെല്ലാം പതുക്കെ വരത്തുള്ളൂ.
നല്ല രസമാണ് റോഡ് കാണാൻ, കാരണം സ്ട്രെയിറ്റ് റോഡാ. ആ അല്ല നല്ല ബ്ലോക്കാ അല്ലേ? ഇവിടെ ബ്ലോക്ക് കിട്ടും ഇല്ലല്ലേ? മേളിലല്ലേ? എൻ്റെ പൊന്ന് കാറുകാരൻ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ പറയാം, ഇങ്ങനെ ഇവന് ബ്ലോക്ക് കൊടുക്കരുത്. ഇതിനു വേണ്ടി തിളക്കുന്ന സാമ്പാറെന്ന് പറഞ്ഞ പോലെ എങ്ങോട്ട് പോകാനാണെന്ന് അറിയത്തില്ലാത്തവരൊന്ന് മാറി ബസ്സുകാരെ ഒന്ന് കയറ്റി വിട്ടേക്കണം കേട്ടോ. ഒരു സിഗ്നൽ കത്തിയേക്കുന്നത് കണ്ടോ? എന്തിനാ ഇവരിങ്ങനെ സിഗ്നൽ കത്തിക്കുന്നത്? ആരുമില്ല, ചുമ്മാ ബ്ലിങ്ക് ചെയ്യും. എന്നാ ടൈമർ ഉണ്ടായിരുന്നു, അത്രയും നേരം വണ്ടിക്ക് ഓഫാക്കി. ഇവിടെ തന്നെ പെരുന്നാളാന്ന് തോന്നുന്നല്ലേ? ഇത് മറ്റേ ഗുഡ്ഷിപ്പേട്, കോട്ടയം ഗുഡ്ഷിപ്പേട് പള്ളി കേട്ടോ. ഇവിടെ മറ്റേ മെത്രാന്മാരൊക്കെ ഉള്ള ഈ ലത്തീംപള്ളി ഞങ്ങളുടെ കൂടുതൽ അഹാസ് എന്ന് പറഞ്ഞ ഒരുത്തരാണ്. അവനുണ്ടായിരുന്ന ഉറപ്പായിട്ടും വിളിച്ചോണ്ട് വന്നേനെ. ഒരു 2-3 ദിവസമായിട്ടേ ഉള്ളൂ മഴ തുടങ്ങിയിട്ട്. ഇന്നലെ നല്ല മഴയായിരുന്നു, ഇന്ന് രാവിലെ മഴ. അടുത്ത വണ്ടി വാരിക്കാട് മൊത്തം 4 ബസ്സുണ്ടെന്ന് തോന്നുന്നു. അടുത്ത മറ്റേ ആ ചെറുക്കനല്ലേ? അവനിപ്പോ നിങ്ങളുടെ വണ്ടി കയറിയോ? ആണോ? അവനൊക്കെ നമ്മളിവിടെ ഓടിക്കാം, പക്ഷെ അവൻ അന്ന് വണ്ടി ഓടിച്ചൊന്നും അറിയത്തില്ല. അവൻ ആ ഗിയർ ഇടുമ്പോണ്ടല്ലോ, അവൻ മറ്റേ എന്ന് പറഞ്ഞ ഒച്ച കേൾക്കുമായിരുന്നു, ക്ലച്ച് ഔട്ടാതെ ഗിയർ ഇടുന്നല്ലേ. ഇപ്പൊ അവൻ ഒത്തിരി വണ്ടി കയറുന്നുണ്ടല്ലേ. അന്ന് ഓട്ടോ ചേട്ടന്മാര്, നിങ്ങൾക്ക് പതുക്കെ പോണേല് ഒന്ന് സൈഡ് ഒതുങ്ങി പോവാണ് ഇച്ചിരൂടെ നല്ലതായിരുന്നു. നിങ്ങൾ വരുന്ന ഈ ചില കാറുകാരുണ്ടോ, എന്നാ വണ്ടി വരുവാണേലും കേറും. അതെ ഈ സുസുക്കിക്കാരെല്ലാം ഇങ്ങനെ മാരുതി സുസുക്കിയുടെ വണ്ടി ഓടിക്കുന്ന എല്ലാ ആൾക്കാരും അല്ലടാ, ഞാൻ നോക്കിയിട്ട് അങ്ങനെ മാരുതി സുസുക്കിയുടെ വണ്ടി ഓടിക്കുന്ന എല്ലാ ആൾക്കാരും ഈ പുറകെ നിൽക്കത്തേ ഉള്ളൂ. സത്യം പറഞ്ഞ ചിലയുണ്ടല്ലോ, നമ്മൾ കഞ്ഞിക്കുഴിയിലേക്ക് എത്തിക്കുന്നു. കഞ്ഞിക്കുഴി പക്ഷെ നല്ല മഴയുണ്ട്, ഭയങ്കര മഴയാണ്. ഓ അങ്ങോട്ടുള്ള വണ്ടിയാ. അപ്പച്ചനൊക്കെ പോകുന്നുണ്ട്. അപ്പച്ചൻ പുറകെ ഒന്ന് നോക്കപ്പച്ചൻ. ഞാൻ വീട്ടിലോട്ട് പോകുന്നത് അമ്മയ്ക്ക് അറിയില്ല. പൊളി. പുറകെ നിർത്താലും ഒരു സുഖമുള്ള അല്ലെ കാണുന്നു. വാരിക്കാട്ടിന്ന് കാണുമ്പോഴായിരിക്കും അല്ലെ വണ്ടി ഒതുക്കി തരുന്നത്. നല്ല മഴയാ, അതാ അരിശം. ഒന്നും കാണുന്നില്ല. അതെ കണ്ടക്ടർ ഇടയ്ക്കിടയ്ക്ക് ആളെ വിളിച്ച് കയറ്റാൻ പറ്റിയ കണ്ടക്ടർ. അതെ ഇതന്നെ ഈ വണ്ടി ടിബറ്റൻ ഫ്ലാഗ് അടിച്ചേക്കുന്നേ. ടിബറ്റൻ ഫ്ലാഗ്
അതെന്നാന്ന് പോലും അറിയാതെയാണോ അതിന്റെ. ആ പാമ്പാടി പൊന്നുന്ന കാരപ്പള്ളി കൊണ്ടൊക്കെ എങ്ങനെയുണ്ട്? നല്ലതല്ലേ? ആ അതെ അതെ. പണ്ടുണ്ടല്ലോ നീ മറ്റേ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യുന്നൊക്കെ ഓർക്കുന്നുണ്ടോ? അതെ. ആ കാനപ്പള്ളി നീ ആദ്യത്തെ ഓടിയിട്ട് തന്നെ സ്റ്റാൻഡ് പിടിച്ചെന്ന് തോന്നുന്നല്ലേ? അതെ അതെ, അത് ശരിയാ. അതുമല്ല മറ്റേ എന്താ എന്തായിരുന്നു, അല്ല ഞാൻ വന്നിട്ട് അത് കഴിഞ്ഞാ നീ വന്ന. പക്ഷെ നീ നന്നായിട്ട് ഓടിച്ചു. നീ 4 ദിവസം കൊണ്ട് കാനപ്പള്ളി ഓടിച്ചല്ലേ? ആ ശരിയാ, 4 ദിവസം കൊണ്ട് ഇവനെ ഇറക്കി വിട്ടു. അതായത് ഇവന് പഠിച്ചിട്ടാ കേട്ടോ. അത് കഴിഞ്ഞ് നീ മറ്റേ ഏത് വണ്ടിയല്ലേ കയറി? ആ തോംസണേല്. ആ പക്ഷേ ഈ 2 വർഷമായിരുന്നു നീ വണ്ടിയില്? 2 വർഷമല്ല, 1 വർഷം. ഇല്ലടാ, 1 വർഷം. ആ നീ തോംസണെ പോയത് 1/2 വർഷം കൂടിയോ? എന്നിട്ട് നീ ബസ്സേ കയറിയിട്ട് ഇപ്പൊ 2 വർഷം മേലെയായി. ആ എടാ, ഈ ഓണം ആകുമ്പത്തേനും ആയിരിക്കും 2 വർഷമാവും. ആ കാരണം ഞാൻ നമ്മുടെ കമ്പനി കയറിയിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. ഒരു 6 മാസം മുന്നേ നീ വണ്ടി കയറി. ആ അതെ അതെ. അതെന്താ ഒരു പാലി ഷർട്ടിന്റെ പുറത്ത് കയറിയതല്ലേ? അല്ലേ? സത്യം പറ. ഒരു പാന്റിന്റെ ഷർട്ടിന്റെ ബലത്തിലാണോ നീ അന്ന് കയറിയേ? അങ്ങനെ കേറിയതാ. അന്ന് എന്തായിരുന്നു? പക്ഷെ അന്ന് നീ ഓടിച്ചപ്പോഴാണ് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു ആന വന്നേ. നീ ഓർക്കുന്നുണ്ടോ? അത് മറ്റേ ഒരു 2-3 കണ്ടുണ്ടായിരുന്നല്ലോ ഞങ്ങള്. നമ്മുടെ ആ കുഴിമാവ് കഴിഞ്ഞിട്ട് ആ സത്യം ഗൂപ്പിനകത്ത് വെച്ചാ ഇവനന്ന് ഓടിച്ചോണ്ടിരുന്നു. ഇവന്റെ വണ്ടിയുടെ മുമ്പിൽ ആനയാടി. 3 പിടിയാന ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ഉണ്ടായിരുന്ന വിഷ്ണു ഒക്കെയാ. വിഷ്ണു ഈസ്റ്റേന്റെ വണ്ടിയെ കയറിയെന്ന്. ആണോ? വിഷ്ണു ഈസ്റ്റേന്റെ വണ്ടിയെ കയറി. പിന്നെ നമ്മുടെ മറ്റവൻ KMS ഓടിക്കാൻ വേണ്ടി കയറില്ല, ശ്രീരാജ്. ശ്രീരാജ് നമ്മുടെ മറ്റേ മറ്റേ PSC എഴുതി മറ്റേ ഒരുത്തൻ പിയൂണായിട്ട് കിട്ടിയില്ലേ? ഇല്ല, അവനാ അത് മാറി. KMS ഫാസ്റ്റല്ല അവനിപ്പം. ഇവിടെ മാറിയെന്ന്. അല്ലെന്ന് അല്ലടാ, ഇപ്പൊ അതൊരു പ്രായമുള്ള എന്നാ ഇന്നലെ അവൻ KMS ഉണ്ടായിരുന്നു. എടാ, നമ്മുടെ കൂടെ വണ്ടി ഓടിക്കാൻ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ വണ്ടിയെ കേറാത്തതല്ലേ? അതെ, വണ്ടി ഓടിക്കുന്നില്ല സത്യം. ബാക്കി എല്ലാരും വണ്ടി ഓടിച്ചു. ഞാൻ ആ കൂടെ നമ്മുടെ ശിവചാറിന്റെ കൂടെ ഒരു ദിവസം ഡ്യൂട്ടി ഡ്രൈവറായി പോയതല്ലാതെ പിന്നെ ഞാൻ ഓടിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ
പൊൻകുന്നത്ത് ഭാരത് ബെൻസ് ഓടിക്കണ്ടായിരുന്നു കുറച്ചാള്, ഒരു വർഷം താഴെ. പണ്ടൊക്കെ ഒരു വണ്ടി കിട്ടി നമ്മള് കയറി ഓടിക്കാൻ വേണ്ടി നിൽക്കും. അതെ. ഓ എടോ, സത്യം പറഞ്ഞ ആദ്യത്തെ ആ ഒരു ഇതല്ലേ ഉള്ളടാ, പിന്നെ മടുക്കത്തില്ലടാ. പിന്നെ ഒരു ഇഷ്ടം ഒരു താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ മടുക്കത്തില്ല, പിന്നെ മടുപ്പില്ല, അങ്ങ് പൊക്കോളൂ അല്ലേ. അത് സത്യമാണ്, നമ്മുടെ ഇഷ്ടത്തോടെ ചെയ്യുന്ന പണി നമ്മൾ ഒരിക്കലും മടുക്കില്ലല്ലോ. ഞാനൊക്കെയാണ് ജോലി ചെയ്ത് മടുത്ത്, അതായത് നമ്മള് ഇഷ്ടപ്പെട്ടല്ല ആഗ്രഹിച്ചു, പക്ഷെ എന്നാലും ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് ഒരു സ്വാതന്ത്ര്യം ഇല്ല. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേനും നമ്മളങ്ങ് മടുക്കും. പിന്നെ എവിടെയെങ്കിലും വേറെ കയറണം, അങ്ങനെ മാറി ഇരിക്കത്തേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. നീയൊക്കെ ഇഷ്ടപ്പെട്ട പരിപാടിയല്ലേ ചെയ്യുന്നത്. അതെ. പക്ഷേ ഉണ്ടല്ലോ, നീ ഇത്ര ഒരു എക്സ്പീരിയൻസ് ആണോ വണ്ടി ഇടിച്ച? ഈ ഓൾട്ടോയ്ക്കട്ടെ ഇടിച്ചേ. തിരിഞ്ഞു വന്നപ്പോഴത്തേനുണ്ടല്ലോ ഓൾട്ടോക്കാരൻ ഇച്ചിരി അപ്പുറത്തോട്ട് കയറി കാണും. അല്ല, വാണാറുകാരനാണ്. ഉണ്ടോ? ഇവനൊക്കെ കേറി വരത്തേ ഉള്ളൂ. ഉണ്ടോ? അത് ശരിയാ. അവന് സമയം നോക്കി പോണം. കാറുകാരൻ എന്നാ ഒതുക്കി ഇരുന്നിട്ട് വണ്ടി കുറയുമ്പോ അങ്ങ് ഓടിച്ചാ മതിയോ അല്ലേ? അയ്യോ, സമയം നോക്കണ്ട, നേരത്തെ കയറി ചെന്നാ മതിയോ? ആണോ? അല്ലേ നമ്മൾ ഇതിനു മുന്നേ ഇവിടുന്ന് കയറും അല്ലേ? ഫ്രണ്ടിൽ പോകുന്ന വണ്ടി ഇല്ല. ആളില്ല, ഓടിയിട്ട് നഷ്ടമാ അല്ലേ? അതെ. ഒരു ദിവസം ഡീസൽ അടിക്കാൻ എത്ര രൂപയാവും? 7500 രൂപ ഡീസലാവും അല്ലേ? അപ്പം മുണ്ടക്കയം ആദ്യത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എളങ്കാട്ടിൽ നിന്ന് എടുത്ത കോട്ടയം. ഇപ്പൊ പോകുന്ന നമ്മൾ എളങ്കാടിനാണോ? അത് കഴിഞ്ഞ് പിന്നെ എളങ്കാട് കയറി ചെല്ലണ്ടേ അല്ലേ? കയറി ചെല്ലുമ്പോഴത്തേക്ക് നല്ല ഡീസൽ ചെലവാകും. 4 ചാല് 7500 രൂപ ഡീസലാവും അല്ലേ? അതും കോട്ടയം വഴി ആയതുകൊണ്ട് ചവിട്ടി പോകാനേ വരത്തുള്ളൂ. അതെ. അതുമല്ല 5 മിനിറ്റ് ഇടവിട്ട് വണ്ടിയല്ലേ, അതിന്റെ ഇടയ്ക്ക് നമ്മള് KSRTC വെച്ച് പോകണം. പക്ഷെ ചില ചേച്ചിമാര് വണ്ടി ഓടിക്കുന്ന തന്നെ സൂപ്പറാ അല്ലേ? ചില അപ്പച്ചന്മാർ ഈ വണ്ടി വഴി വെച്ചോണ്ടിരിക്കുന്നത്. ആണുങ്ങളാണ് ചുമ്മാ പേടിച്ചോടിച്ചിരിക്കുന്നത്. അതെ, ഈ സമയത്ത് പോകാൻ പറ്റിയില്ലേ പിന്നെ പറ്റത്തില്ല അല്ലേ? വഴക്കുണ്ടാക്കും. എത്ര വേറെ വായിന്ന് കേട്ടാലും. അതെ. ശരിയാ, പുറകെ വരുന്നവന് ബ്ലോക്ക് കിട്ടണമെന്നില്ല. അവൻ ഈ വണ്ടിക്ക് കൂടെ കയറി വന്നാൽ അവനെ ഒന്നും പറയാൻ പറ്റത്തില്ല. നമുക്ക് ബ്ലോക്ക് കിട്ടി നമ്മൾ കിടക്കുകയും ചെയ്യും. മുണ്ടക്കയം എത്രയില്ല കട്ടിങ്? 70 തന്നെ അല്ലേ? പിടിച്ചില്ല സമയം പോലെ. ചില സമയത്ത് വളവിലൊക്കെ കുഴിയാ. വേറെ എന്നാ ചെയ്യാൻ പറ്റും? ഇതുണ്ടോ?
ചുമ്മാ പാച്ച് വർക്ക് പണിത് വെച്ചേക്കുക. എല്ലാം റിയാസ് അമ്മാവന്റെ കളികളാ. അതെ അതെ, ചില സ്ഥലങ്ങൾ നല്ല രസമുണ്ട് അല്ലേ. ഭയങ്കര ഡേഞ്ചറാ. അറിയത്തില്ലാത്തവർ ഈ റൂട്ട് വരുമ്പോഴാ വിഷയം. അതെ കണ്ടോ, ഭയങ്കര കുഴിയാ. വളഞ്ഞ് തിരിഞ്ഞ് ചെന്ന് കഴിയുമ്പോഴേ കാണത്തുള്ളൂ ഒന്നാമത്തെ കാര്യം. ഒരു കോട്ടയം റോഡ് ആയതുകൊണ്ട് ഇഷ്ടം പോലെ വണ്ടിയും കയറി വരും. പേടിക്കരുതല്ലടാ വണ്ടി കയറി വരുമ്പോ. ഇപ്പൊ എനിക്ക് എന്തോ പോലെയാ വണ്ടി ഇങ്ങനെ ഓടിക്കുമ്പോഴേനുണ്ടല്ലോ. നീ ഇപ്പൊ ഡെയിലി ഓടിച്ചോടിച്ചോടിച്ച് നിനക്കൊരിതായി. എനിക്ക് ചില വണ്ടി കയറി വരുമ്പോഴത്തേനും നല്ല കട്ടറ ഇവിടെയൊക്കെ. ചുമ്മാ ഇവിടെ എത്ര പണിതാലും പിന്നെയും കുഴിയാവും. എന്നാ നന്നായിട്ട് പണിയോ അതുമില്ല. കൊടുങ്ങൂര് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പൊങ്ങുന്ന വരെ പൊട്ട റോഡാ. എല്ലാം നല്ല വളവും തിരിവുമല്ല. എന്നാ അതൊന്ന് പണിയുക, അതില്ല, ഒന്നും പണിയത്തില്ല. പൊൻകുന്നം തൊട്ട് പൊൻകുന്നമല്ല, കൊടുങ്ങൂര് തൊട്ട് പൊൻകുന്നം വരെ അല്ലടാ അഴുക്ക് റോഡാ. അതെ അതെ, മഴ പെയ്യുമ്പോൾ ബാക്കി ഗുണം പൊളി. എന്നാൽ അതിനെ മഴയ്ക്ക് മുന്നേ പണിത് ഇടത്തുമില്ല. ചേച്ചിയൊക്കെ വഴിയിലാ കയറി നിൽക്കുന്നത്. പണ്ട് മണി അടിക്കാൻ വരെ നിൽക്കുമായിരുന്നു. അതൊരു രസമായിരുന്നു. ഒരാഗ്രഹത്തിന്റെ പുറത്തുണ്ടല്ലോ, കണ്ടക്ടർ കാണാതെ മണി അടിക്കുമായിരുന്നു. ആണല്ലേ, ഇത് മൈബസ് ആയോണ്ടാണോ? ഈ നമ്മുടെ ഈ ഇടുക്കി ജില്ല മാത്രമല്ലല്ലോ മൈബസ്. അവൻ ചേർത്തിട്ടേക്കുന്ന ആളാ, അല്ലാതെ ഞാനോർത്ത് ഇടിച്ചു കിടക്കുന്നതായിരിക്കുന്നു. ചേർത്തിട്ടേക്കുന്ന ഇതെല്ലാം വർക്കൗണ്ട് പോട്ടെ. ഇത് മിഡാസിന്റെ ഫാക്ടറിയാ. ഇങ്ങനെ കിടക്കുവാ ഇവർക്ക് മിഡാസിന്റെ ഫാക്ടറി. മിഡാസിന്റെ എൻട്രൻസ്. ഇവർക്ക് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ. ഇത് ഞങ്ങളുടെ കമ്പനി ഉണ്ടല്ലോ, കോട്ടയത്തുള്ളതല്ലേ മിഡാസിന്. മിഡാസിന് 2-3 കമ്പനി ഉണ്ടല്ലോ. ചേച്ചിയാണോ? എന്നെ അവസ്ഥയാണോ? ചേച്ചി മാറി, ചേച്ചി പാവം. ചേച്ചിയാണോ? എന്നാ അറിയാം, വലിയ വണ്ടി വരുമ്പോഴത്തേനും പേടിയാ. നിർത്ത്, ചവിട്ടെ. നല്ല ആളാ. എന്റെ ശരിയോ, ഇത്രയും പേരായിരുന്നു കയറിയ. ഞായറാഴ്ച ആളില്ലാവോന്ന് ഓർത്തതാ. അതെ അതെ അതെ, കമ്പനി പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാതെ. നല്ല ആളുണ്ട്. ഇത് അത്യാവശ്യം നല്ല വലിയ വളവാ അല്ലേ? അതെ അതെ അതെ, നല്ല വളവാ. ലാസ്റ്റ് നീ പറ, ഇത്ര ആള് വേണ്ടായിരുന്നു. അതെ അതെ പറഞ്ഞ, ലാസ്റ്റ് നീ പറ ഇത്ര ആള് വേണ്ടെന്ന്. അതെ
ടെർബോ ഒക്കെ വർക്കാന്നല്ലേ. ആ ഇങ്ങോട്ടൊന്നും മഴ പെയ്തില്ല കേട്ടോ. ആ ചാറിപ്പോയി. ഗ്ലാസ്സിലുള്ള തുള്ളികളാണ് കാണുന്നത്. ഇങ്ങോട്ടൊന്നും മഴ പെയ്തില്ലെന്ന്. ആ ചാറിപ്പോയി, സൈഡ് നനഞ്ഞു കിടന്നു. അവിടെ കൊണ്ട് ചവിട്ട്. അങ്ങോട്ടുള്ള വണ്ടിയാ. അതിനോட ഒരു ആനയൊക്കെ നിൽക്കുന്നത്. പൊൻകുന്ന സ്റ്റാൻഡ്. അമ്മേ സെന്റ് തോമസ് ആണോ? അതന്നെ കോട്ടയാണോ? നമ്മുടെ പുറകെ തന്നെ ഉള്ളതല്ലേ? മുണ്ടകേ 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 കാൽപ്പള്ളി മുണ്ടകേ. ഓ അച്ചേട്ടൻ പേടിച്ചിരിക്കാന്ന് തോന്നുന്നു. നീ വല്ലതും പറയുമോന്ന് ഓർത്ത്. ഓട്ടക്കാരനല്ല ആ വണ്ടിക്കാരൻ. ആ അതെ അതെ, തെരുതര വണ്ടിയോ. അമ്മ 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 നല്ല വണ്ടി. ഇതിനാ ദൃശ്യം 2025 ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് വണ്ടി പണിയുന്ന വർക്ക്ഷോപ്പായിരുന്നു ബുള്ളറ്റ്. ആ ഇരട്ട സഹോദരങ്ങളുടെ വർക്ക്ഷോപ്പ്. സ്കൂള് ഗവൺമെന്റ് VHSC പൊൻകുന്നം. വണ്ടി ഓടിച്ചോണ്ടിരുന്ന സ്ഥലമാണ്. അവിടെ കണ്ട ഭാരത് ബെൻസ് ഒക്കെ ഇല്ലേ, എൻ്റെ അകത്ത് ഒരു വണ്ടി ഞാനായിരുന്നു ഓടിച്ചോണ്ടിരുന്നത്. ഒരു വണ്ടിയല്ല, എല്ലാ വണ്ടിയും മാറി മാറി. ശ്രേയസ് പബ്ലിക് സ്കൂളില്ലേ, അത് കാണുമ്പോൾ ഞാൻ ഓർക്കും അവളെ. മാത്സ് അത്യാവശ്യം നന്നായിട്ട് അവൾക്ക് അറിയാം. ചുമ്മാ എല്ലാ ദിവസവും അവൾ ഫസ്റ്റ് എണീറ്റ് എല്ലാം ചെയ്യും. പിന്നെ ഒടുക്കത്തെ ഇംഗ്ലീഷ്. അന്ന് ഞാൻ കുറെ ശ്രേയസ് പബ്ലിക് സ്കൂളിനെ പ്രാഗിയിട്ടുണ്ട്. നല്ല വണ്ടിയാ, സ്റ്റൈലിന് വണ്ടി. അത് ഇവിടെ നമ്മുടെ കാഞ്ഞിരപ്പള്ളി ഉള്ള ഒരു വിളി. എന്നെ വണ്ടിക്ക് എന്നാ കുഴപ്പം, നല്ല വണ്ടിയായിരുന്നു. എന്റെ വണ്ടി നല്ല വണ്ടിയായിരുന്നു. നീ പോളാതി അതുണ്ടല്ലോ, ഇച്ചിരി പൈസ ആവശ്യം വേണമായിരുന്നു, അതുകൊണ്ട് കൊടുത്തു. അതെ അവസ്ഥയാ. പച്ചെന്നാ പറയാ എന്നാടാ കല്യാണം? മറ്റേ എന്താ, ഞാനെന്തോ പറയാൻ വേണ്ടി വന്നാ മറന്നുപോയി. ഓ ഇങ്ങനെയൊക്കെയല്ലേ പണി പഠിക്കുന്നത്. അതെനിക്ക് അങ്ങനെ കാണിച്ചാൽ പറ്റത്തില്ല. പിന്നെ കാഞ്ഞിരപ്പള്ളിയിലോട്ട് അല്ലേ, കാഞ്ഞിരപ്പള്ളി ചിലർക്കൊക്കെ അഹങ്കാരമാണ്. ഇവിടെ എന്നാ ഉണ്ടായിട്ടാണോ, ഇവിടെ ഒരു സമാധാനവും ഇല്ല സത്യം പറയുവാണ്. വലിയ പള്ളിയുണ്ട്. അതെ
നിതിന് അവനതിന് അങ്ങനെ കാനപ്പള്ളിയിലോട്ട് നമ്മൾ എത്തിക്കും. കാനപ്പള്ളി സ്റ്റാൻഡ്. ഇവിടെ വണ്ടി കയറ്റാൻ ഇച്ചിരി പാടാ. ഞാൻ ആദ്യമായിട്ട് കയറ്റിയപ്പോഴത്തേനുണ്ടല്ലോ എനിക്ക് ചെറിയൊരു ഇത് വന്നു. പേടിയാ. അതെ അതുണ്ടല്ലോ ഇതുണ്ട് ഇത്ര ഉള്ളു സ്റ്റാൻഡ്. അല്ല ഇത്ര ഉള്ളു കണ്ടോ. അവിടെ മുട്ടരുത് എന്നാ പള്ള വന്ന് ഇവിടെ മുട്ടരുത്. ചെറിയ സ്റ്റാൻഡാളാ. അല്ല ചെറിയ വഴിയാ സ്റ്റാൻഡിലോട്ട് കയറുന്നത്. അതുപോലെ തന്നെ ഇറങ്ങുന്നതും അല്ലേ ചെറിയ വഴിയാ. ഇത്ര ഇടുങ്ങിയ ഒരു സ്റ്റാൻഡ്. ഇതാണ് കാനപ്പള്ളി എല്ലാവരും വലുതായിട്ട് പറയുന്നത്. അവിടെ പണ്ട് ഇവിടെ ഈ വരവിന് ശരണ്യ അങ്ങാണ്ട് ഇടിച്ചു കളഞ്ഞല്ലേ. ഇത്രേ ഉള്ളു കാനപ്പള്ളി സ്റ്റാൻഡ്. ഉണ്ടോ അവിടുന്ന് ഇവിടെ വരെ. അതെ അതെ ആയിക്കോട്ടെ എടുക്കാം. അങ്ങ് വരാൻ കിട്ടണം. കാനപ്പള്ളിയിലൊന്നും ഇല്ല കാണാൻ. എനിക്ക് കാനപ്പള്ളി ഇഷ്ടമില്ല. കോട്ടയം ഇഷ്ടമില്ല. കോട്ടയം തന്നെ ആവുന്നത്. ഞായറാഴ്ച ആയി കിടന്ന് ഞാൻ അവിടെ കിടന്ന് ചാവും. റൂമിൽ തന്നെ ഇരിക്കും. സ്കൂളിൽ പോയി കുമരകം വരാൻ പോകും. കുമരകത്ത് ഒന്നും കാണാനില്ല. അത് ഷാപ്പിൽ പോകും. അല്ലെങ്കിൽ സിനിമയ്ക്ക് പോകും. വേറെ ഒന്നുമില്ല. 10 മണി കഴിഞ്ഞാൽ കോട്ടയം ക്ലോസ് ആണ്. എന്തല്ലേ കണ്ടത് തന്നെ പിന്നെയും പിന്നെ കണ്ട് തീം എടുത്തു. പിന്നെ ഓരോരോ പുതിയ ആൾക്കാരെ കാണാനോ. നീ എല്ലാ ദിവസവും ഒരേ ആൾക്കാരെ അല്ലല്ലോ കാണുന്നത്. അത് പറഞ്ഞിട്ട് എല്ലാ ദിവസവും നിനക്ക് പുതിയ പുതിയ ആൾക്കാരെ കാണാൻ കണ്ടോ. ഇതാ ഇത് കണ്ടോ. ഇതാ മറ്റേ കാനപ്പള്ളി സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുക. ഇത് ഇറങ്ങാൻ വലിയ സീനില്ല. പക്ഷെ കേറാനാ പേടിക്കണ്ടേ. പള്ളേ ഇടിക്കരുത് എന്നാ ഫ്രണ്ട് വന്ന് തട്ടുകയും ചെയ്യരുത്. അത് അപ്പുറത്തെ ഇത് ഇത്ര വീതിയും ഇല്ല. ഇന്ന് എന്നാ ഒട്ടും തിരക്കില്ലല്ലേ. അല്ലെങ്കിൽ ഇവിടെ എന്നാ തിരക്കാ. എന്നാ ബ്ലോക്കാ. കാനപ്പള്ളി ഇത്രേ ഉള്ളൂ. നല്ല ബ്ലോക്കായിരുന്നു. ഈ അക്കരപ്പള്ളിയിൽ പെരുന്നാൾ വരുമ്പോഴത്തേനും ഭയങ്കര ബ്ലോക്കാ അല്ലേ. അത് കാനപ്പള്ളി എല്ലായിടത്തും തന്നെ കയറുന്നൊരു കടയല്ലേ പുൽപ്പേൽ അത്യാവശ്യം നല്ലൊരു കട. നല്ലൊരു കടയെന്ന് വെച്ചാൽ എല്ലാവരും തന്നെ അത്യാവശ്യം കയറും. അതെ അതെ ചെറിയ രീതിയിൽ തിരക്കുണ്ട്. അതേ ഉള്ളൂ. അല്ല ഞായറാഴ്ച വലിയ തിരക്കില്ല. അതെ അതെ സത്യം ആളേ ഇല്ല. രണ്ട് വണ്ടി ഇല്ലായിരുന്നല്ലേ. 2 വണ്ടി ഇല്ലാത്തോണ്ട് ഇത്ര ആള്. KSRTC ഇല്ലേ. എടാ ഞാൻ കയറിയോണ്ടായിരിക്കൂടാ KSRTC ഒന്നും ഇല്ലാഞ്ഞ്. അല്ലേ KSRTC പോകണ്ടതല്ലേ. അതെ പേട്ട സ്കൂള് പണ്ടുണ്ടല്ലോ. പണ്ട് ഈ പേട്ട സ്കൂളെന്ന് പറഞ്ഞാ അടിയുടെ എന്നും അടിയായിരുന്നു അവിടെ. അതുപോലൊരു സ്കൂളായിരുന്നു. ഇപ്പൊ അടിയൊന്നും. ഇപ്പൊ കുഞ്ഞു പിള്ളേരാ പഠിക്കുന്നത്. കുഞ്ഞു പിള്ളേര്. തമിഴ്നാട് വണ്ടിയാ. അവൻ അവിടെ പോയി സ്ട്രെയിറ്റ് റോഡ് ഓടിച്ച് ഇവൻ അവിടെ സ്ട്രെയിറ്റ് റോഡ് തപ്പി ഓടിക്കുമായിരിക്കും. വോൾവോ വണ്ടിയാ കേട്ടോ. വോൾവോ വണ്ടിയാ. ഓട്ടോമാറ്റിക് ആയിരിക്കും അല്ലടാ വണ്ടി. പണ്ടത്തെ ഒരു വികാരമായിരുന്നു കൊണ്ടോടി. നോർമൽ ദിവസങ്ങളിൽ വന്നാൽ ഇതിനപ്പുറം തിരക്കായിരിക്കും. ഇന്നിവിടെ എന്താ കല്യാണം ഉണ്ട്. അതാ ഫാബീസ് ഓഡിറ്റോറിയം. എന്നാ അവനൊന്ന് കയറ്റി കൊടുക്കണ്ടല്ലേ. അവനൊന്ന് കയറ്റി വിട്. അവനെന്തിനാ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത്. പൊട്ടനാണോ. ഓഫായി പോവാളാ.
ഇതുണ്ടോ വണ്ടി? അത് ഓടിക്കാൻ പഠിക്കുന്നതാണല്ലോ. തേർഡ് ഗിയറാണോ ഇവിടെ? ആ തേർഡ് ഗിയർ ഇട്ടിട്ട് എടുക്കുമ്പോ ഈ ഓഫായി അവനാ ഗിയർ അറിയത്തില്ല. അതാ ഈ എന്ത് വണ്ടിയാടാ, 2 മിനിറ്റ് കൊണ്ട് ബ്ലോക്ക് ആയതാ. 2 മിനിറ്റ് പോലും അവിടെ വണ്ടി കടന്നില്ല, ഇത്രയും വണ്ടി ബ്ലോക്കാ. അതിന്റെ ഇടയ്ക്ക് ഒരു അവൻ അപ്പുറത്തോളം ഒതുക്കുന്നോണ്ട് കുഴപ്പമില്ല. ഇവിടെ എന്ത് വണ്ടിയോ? അപ്പം ഇത് ഞായറാഴ്ച ആയിട്ടാ ഇത്രയും, അല്ലെങ്കിൽ എന്നാ തിരക്കായിരുന്നു. ഞാനൊരു ദിവസം എൻ്റെ കൂടെ തോംസനെ വന്നപ്പോഴത്തേനും ആ മണർകാട് എത്തിയപ്പോഴത്തേനും ഒരു പുള്ളി വട്ടം ചാടി. അന്ന് നീ വണ്ടി ഓടിച്ചാൽ കേറിയിട്ട് 1 മാസം കഴിഞ്ഞോളൂ അല്ലേ? ആ ഒരാഴ്ച ആയതേ ഉള്ളൂ. അന്ന് ആ ബാറിന്റെ അവിടെ നിന്ന് ഇറങ്ങി വന്ന ആ പുള്ളി. സത്യം പറഞ്ഞ അവിടുത്തെ ആ പുള്ളി കടവാ, പക്ഷെ നീ അത് വെട്ടിച്ച് മാറ്റിയതാ. ആണോ? അതെ അതെ അതെ. ഇത് പട്ടിക്ക് തുടരില്ലായിരുന്നോ? എന്നാ പട്ടിയായിരുന്നു? വീട്ടിൽ പോയോ? ആ ചിലരങ്ങനെ ഉണ്ടെന്ന്. പട്ടികൾ അത്രയും പോലും സ്നേഹം കാണിക്കുന്നില്ല മനുഷ്യനോട്. ആ വിവരമില്ല. അതുമല്ല ചിലര് കണ്ടിട്ടില്ല, പട്ടിക്ക് ചോറും എല്ലാം കൊടുക്കും. അത് ശരിയാ, സ്വന്തമായിട്ട് വീട്ടിൽ വളർത്താൻ പറ്റിയ. എന്നാലും ഒരു പ്രായമുള്ളവരൊക്കെ വരുമ്പോഴത്തേനും എന്തെങ്കിലും കൊടുക്കുന്നുണ്ട്. വണ്ടിയും കുറവാ, KSRTCയും കുറവാ. അതാണ് ഞായറാഴ്ച KSRTC. അത് ശരിയാ, ഞായറാഴ്ച ആണ് നിർത്തിയിട്ട് പോയിട്ട് ഒരു കാര്യമില്ല. ഒരേ സമയത്ത് 4-5 വണ്ടിയല്ലേ? അതെ, ഇപ്പൊ കോട്ടയം മുണ്ടക്കയാണേലും മുണ്ടക്കയത്ത് കോട്ടയത്തിന് ഒരു 4-5 വണ്ടി ഒരു സമയത്ത് കാണും. ആണോ? ആ 2 മണിക്കൊക്കെ നല്ല 4-5 KSRTC ഒരു സമയം. അപ്പൊ ഇവർ പ്രൈവറ്റ് ബസ്സുകാർക്ക് ഇട കിട്ടത്തില്ല. അവന്മാർക്കും അങ്ങനെ ഓടിയിട്ട് നഷ്ടമേ ഉള്ളൂ, വെറുതെ ഓടുന്ന. ഇത് കഴിഞ്ഞിട്ടുണ്ട് ട്രെയിൻ റോഡുണ്ട് അവിടെ, ചെറിയൊരു ഹമ്പൊക്കെ പോലെ പുളിയ. ഡ്രൈവർമാർക്കെല്ലാം ഇഷ്ടമുള്ള വഴിയാ ഇനി അങ്ങോട്ട്. ആ നല്ല വഴിയാ. ഇനി അങ്ങോട്ട് നല്ല സ്ട്രെയിറ്റ് റോഡ് വരും. അവിടെ ഒരു ചെറിയൊരു ഹമ്പ് പോലെ ഉണ്ട്. നമ്മുടെ ഈ ചങ്ങിൻ്റെ അകത്തൂടെ ഏതാണ്ട് പോകുന്ന പോലെയാ. ആ അത് പണ്ട് നമ്മൾ ബസ്സിൽ കയറുമ്പോഴാണ് ഈ കമ്പിയെ പിടിച്ച് നിൽക്കുമ്പോഴത്തേനും വണ്ടി ഇങ്ങനെ ചാടുമ്പോഴത്തേനും മറ്റേ ഈ ചങ്ങിൽ കൂടെ ഏതാണ്ട് പോകുന്ന പോലെയല്ലേ. നല്ല റോഡാ മോനെ, ചവിട്ടത്തില്ല കേട്ടോ. അവനെ കേറിയാ വരുന്ന അവനൊക്കെ. പക്ഷെ അത് ശരിക്കും ചാടിയില്ല. ആ അത് ശരി, പുറകെ നന്നായിട്ട് അറിയാം അല്ലേ. ഇപ്പൊ ഇവിടെ നിന്നാലും അറിയാം. ഇതന്നെ ഇവിടെയൊക്കെ വന്ന് ഇന്ന് കൈ കാണിയേ. ആ ഓട്ടോക്കാര് നിർത്തും. ശിവചാരൻ ഈ വഴിയാണോ? ശിവചാരൻ ചവിട്ടി കൊടുത്തത് നമ്മുടെ കാശാൻ
ആശാന വണ്ടി എവിടെയും ചവിട്ടും അല്ലേ? ഏത് സ്റ്റോപ്പിൽ ആ സ്റ്റോപ്പിലും ചവിട്ടും. അതെ അതെ, ഇതിലൊക്കെ കൂടെ ഓടിച്ച ഓർക്കുന്നുണ്ടോ ആ വഴി പോകുന്നത്? അതെ അതെ അതെ, അത് അതുമല്ല ഞാൻ ഇതുവഴി കൊടുത്തിട്ടുണ്ട് 2 തവണ. ഇതെന്നെ ചെറിയ വഴിയല്ലേ അപ്പുറത്ത് ഇതിലും അത് അതിലും പോണം. നമ്മുടെ അതിലൂടെ വരുമ്പോ ചെറിയ വഴി, ഇത്രയും വീതി പോലും ഇല്ല. ഇവിടുന്ന് അവന്റെ ആ വട്ടപ്പാറ എന്നുള്ളൊരു ഗേറ്റ് വരും, ആ ഗേറ്റ് ഇച്ചിരി പാടാ. ശരിയാ, ഇത് ഇച്ചിരിയുടെ വീതിയുണ്ട്, മറ്റേ വീതിയില്ല. റബ്ബർ കാട്ടിൽ കൂടെ തന്നെയല്ലേ ആ വട്ടപ്പാറ കയറി വരുന്ന ഒരു റബ്ബർ പാടാണ് അല്ലേ? അതെ അതെ, ഒരു ബസ് വന്നാൽ തീർന്നു. അന്നാ ഷാജി കൊണ്ടേതാന്ന് തോന്നുന്നു അല്ലേ? ഇപ്പോഴും ഷാജിയാന്ന് തോന്നുന്നു. ആ സോറി, അനുഗ്രഹ, ഷാജി അല്ല, അനുഗ്രഹ. ഇനി എനിക്ക് നല്ലൊരു ആഗ്രഹമുള്ള മറ്റേ തടിലോറി. ആ, ഞാൻ തടിലോറി ഇതുവരെ. നീ ഓടിച്ചിട്ടുണ്ടോ? കാലിയോ? അത് നല്ല വ്യൂ ആണോ? വ്യൂ കിട്ടുമോ? ആ ഫ്രണ്ട് അങ്ങനെ ഇരിക്കുന്നത് കാണാവോ? അത്രയും പൊക്കത്തിലല്ലേ ഇരിക്കുന്നത്? അതെ, ആ ഫ്രണ്ട് ഇച്ചിരി ഉള്ളതുകൊണ്ട് ഇച്ചിരി പാടാന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ള ഇനി അത് ഓടിക്കണം. ആ ഭാരത് ബെൻസ് ഒന്നും വലിയ കുഴപ്പമുള്ള, നമ്മുടെ കാർ ഓടിക്കുന്നതിനേക്കാളും നല്ലതാണ്. ഇപ്പൊ ഞാൻ ഭാരത് ബെൻസ് ഓടിച്ചിട്ട് ഒത്തിരി നാളായി. സൈഡ് മാത്രം നോക്കിയാൽ മതി ഭാരത് ബെൻസിന്റെ. ലെയ്ലാൻഡ് ഓടിക്കാൻ ഇച്ചിരി പാടാ, കാരണം ഗിയർ ബുദ്ധിന് പാടാ, ഒരു ചടങ്ങാ. ചിലപ്പോ ഗിയർ വീഴത്തില്ല. പുതിയ വണ്ടിയൊക്കെയാണ് നന്നായിട്ട് വീഴും, പഴയ വണ്ടിയൊക്കെയാണ് ഉണ്ടല്ലോ ഗിയറിന്റെ ആ സെക്കൻഡ് വീഴ ഇച്ചിരി പാടാ. ആ ഫസ്റ്റ് വീഴാ, സോറി സെക്കൻഡ് അല്ല ഫസ്റ്റ്. അത് മറ്റേ ഞാനൊരു തവണ കേറ്റി വെച്ച് റിവേഴ്സ് ഇട്ടോ ഫസ്റ്റ്. അന്ന് അത് എവിടെയാണെന്നറിയോ? നമ്മുടെ ആ മുക്കാലി കഴിഞ്ഞിട്ടൊരു കയറ്റമില്ല, ഓർക്കുന്നുണ്ടോ? മുക്കാലി, ആ മറ്റേ മുസ്ലിം പള്ളി കഴിഞ്ഞിട്ട്, ആ മുക്കാലി കഴിഞ്ഞൊരു കയറ്റം, ഒരു ഹമ്പ് കഴിഞ്ഞൊരു കയറ്റോ. ആ സെക്കൻഡ് ആയിട്ട് ഞാൻ കേറി, സെക്കൻഡ് ആയിട്ട് കയറി പകുതി ആയപ്പോഴത്തേനും ഉണ്ടല്ലോ വണ്ടി നിന്നു. അതാ ഞാനാണ് ഇട്ടത്. ആ മുക്കാലി കഴിഞ്ഞിട്ട് ആ കയറ്റം ബസ് ഓടിച്ചിരുന്നപ്പോഴാ പറഞ്ഞത് ആ വണ്ടി എടുത്ത്. അത് പുറകോട്ട് എനിക്ക് ടെൻഷനായി. ഞാൻ ആദ്യമായിട്ട് ഞാൻ ഓർത്തില്ല പുള്ളി എനിക്ക് അവിടെ തരുമെന്ന്. ഇവിടെ ഓടിച്ച് 2 ദിവസം കഴിഞ്ഞ നിനക്ക് തന്നു, 4ാമത്തെ ദിവസം നിനക്ക് തന്നു, പക്ഷെ എനിക്ക് തരുമെന്ന് ഓർത്തില്ല. അന്ന് എന്നോട് പറഞ്ഞ് കേറി എടുത്തു. ഞാൻ കേറി എടുത്ത് ആ കയറ്റത്തിൽ നമ്മൾ വണ്ടിയിൽ നിന്നു. സെക്കൻഡേ കേറുന്നില്ല. ആ വലിവ് എന്നിട്ട് ഫസ്റ്റ് ഇട്ടതാ വേറെ റിവേഴ്സ്. എന്റെ മുന്നേ അന്നൊരു കൊച്ചു ഒരു ചേച്ചിയൊക്കെ വൃത്തിയിരിക്കുക എന്റെ മുഖത്തോടാ നോക്കുന്നത്. ഞാനാണെ പേടിച്ച് വിറച്ച്. ഞാൻ എപ്പോഴും ഹാൻഡ് ബ്രേക്ക് ഇട്ട് എന്നിട്ട് ഇറങ്ങി എന്റെ അമ്പാടി കയറി വണ്ടി എടുത്തു. ആ നീയൊക്കെ ഇവിടെ ഇരിക്കോ? നീ കൊടുക്കുന്ന ചിരി ഇരിച്ചോണ്ട് ചുമ്മാ. എനിക്കാണെ നാളെ അവസ്ഥ. പക്ഷെ പുള്ളി അന്ന് ആദ്യം കയറി എടുത്തോളം പറയാൻ ഞാൻ ഓർത്തില്ല. ഇല്ലില്ല, അതും ആദ്യമല്ല. കാനപ്പള്ളി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. കാനപ്പള്ളിയൊക്കെ വണ്ടി ഓടിക്കാൻ തരിക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണ് അല്ലേ? കാനപ്പള്ളി വണ്ടി ഓടിച്ചിട്ടുള്ള അവൻ ഹീറോയാ, അവൻ വണ്ടി ഓടിക്കാൻ അറിയാവുന്നവനാ. അതെ അതെ, ഇന്ന് കാനപ്പള്ളിയല്ല, കോട്ടയം കയറ്റിയാലും വലിയ ഇതില്ല. ഇവനൊക്കെ ഓടിച്ചു. ഞാനൊന്ന് എന്നെ കുറിച്ചല്ല പറഞ്ഞു, ഇവനൊക്കെ ഓടിച്ച് പരിചയമായിരുന്നു ഉദ്ദേശിച്ചത്. ഇവിടെ വരുമ്പോഴത്തേ നമ്മുടെ ചൂറ്റാണ്ട് ഒരു കൊണത്തെ വെല്ലടി ഉണ്ട് അല്ലേ? ഭയങ്കര സ്പീഡിൽ പുള്ളി ഇവിടെ വരുമ്പോഴേ അടിക്കത്തുള്ളൂ. അതായത് മുണ്ടക്കയത്തുനിന്ന് ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. മുണ്ടക്കയം ചെല്ലാൻ വേണ്ടി പുള്ളി അത്രയും നേരം പതുക്കെ പോയിട്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു വെല്ലടി.
കല്യാണമുണ്ട്, എന്നും ഇവിടെ കല്യാണം. മുണ്ടക്കയത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അതായത് ഹൈ റേഞ്ചിന്റെ കവാടം. മുണ്ടക്കയ ഹോട്ടൽ അർമാണി ബാർ. സ്റ്റാൻഡുകളിൽ ഇച്ചിരി കൂടെ എളുപ്പം മുണ്ടക്കയാന്ന് തോന്നുന്നല്ലേ, കയറ്റാനും ഇറക്കാനും എല്ലാം അല്ലേ. വലിയ സ്റ്റാൻഡ് പിടിക്കാനും മുണ്ടക്കയോ. കോട്ടയം അതെ ഞങ്ങളുടെ വണ്ടി അവിടെ കിടക്കുന്ന കണ്ടോ. ഞങ്ങളെല്ലാം ഓടിച്ചു വണ്ടി ഓടിച്ച് പഠിച്ച വണ്ടി അല്ലോ. ഒലാളി എണ്ണുന്നുണ്ട് അകത്ത്. 800 രൂപയുടെ പെട്രോൾ അടിക്കണം, അല്ല ഡീസൽ അടിക്കണമെന്ന് പറഞ്ഞത്. കറക്റ്റ് അടിക്കുന്നുള്ളൂ. പോയിട്ട് വരാനുള്ള കറക്റ്റ് അടിക്കും. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ ആ പൈസക്ക് അടുത്ത് അടിക്കും. ചില ദിവസം കണ്ടപ്പള്ളി വെച്ച് പുള്ളിനെ കാണാതെ പോകും. നമ്മൾ തന്നെ വണ്ടി ഓടിക്കണം, നമ്മൾ തന്നെ ടിക്കറ്റ് എടുക്കണം. രസമായിരുന്നു ആ ഒരു സമയമൊക്കെ. പക്ഷെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട, ചുമ്മാ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ നടക്കുക. അടുത്തത് സ്റ്റാൻഡ്. എൻ്റെ ബാഗൊക്കെ കണ്ടാൽ മതിയായിരുന്നു. അങ്ങനെ ഗ്യാസ് സ്റ്റാൻഡ് പിടിച്ചു. അതെ വേറെ വണ്ടി വരുമല്ലേ ഇതിന്? നിങ്ങൾക്ക് മുന്നേ വേറെ വണ്ടി ഉണ്ടോ? അങ്ങനെ നിന്നോട് ഞാൻ യാത്ര പറയുന്നു. ടാറ്റ ബൈ ബൈ. അതെ പിന്നെയും കാണാം. ആദ്യം എൻ്റെ ബാഗ് നോക്കട്ടെ. ബാഗ് പുറകെ ഇരിപ്പുണ്ട്. ബാഗ് അവിടെ കാണും. ബാഗ് കൂടെ ഉണ്ട്. അങ്ങനെ കഴിഞ്ഞ് നിയാസ്, ഇതാണ് നമ്മുടെ കണ്ടക്ടർ അല്ലേ, കണ്ടക്ടർ ചേട്ടൻ. എടാ ഞാൻ എന്നാ പോവാടാ. കണ്ടക്ടർ ചേട്ടൻ പൈസ എണ്ണോ, ഇഷ്ടം പോലെ പൈസ ആയിട്ട്. ഇന്ന് എൻ്റെ ഐശ്വര്യ കേട്ടോ കേട്ടോ. അസ്കറാണ് ഇപ്പം മറ്റേ ഈ വണ്ടി ഓടിയത്. ഇല്ല അവൻ ആ റൂട്ടിൽ ഒത്തിരി പിള്ളേർ തന്നെ ഉണ്ടല്ലോ ഇവിടെ. ഞാൻ ചുമ്മാ വന്നാ. അയ്യോ ഇതിപ്പോ എത്ര നാളായി കാണും ഇവിടെ. 1 വയസ്സ് എന്നാണെങ്കിലും കഴിഞ്ഞ അല്ലേടി 1 വയസ്സ് എന്നാണെങ്കിലും കഴിഞ്ഞ. ഹലോ, അങ്ങനെ വീട്ടിൽ വന്നു. ഇവിടെ നോക്കുന്നു. നോക്കുന്നേ
എന്താ എന്താ തരത്തില്ല 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 തരത്തില്ല. വീട്ടിൽ വന്ന് കയറി, അമ്മയില്ല, അമ്മ കല്യാണത്തിന് പോയപ്പോൾ ഞങ്ങളുടെ താഴത്തെ ഒരു ചേച്ചിയുടെ കല്യാണത്തിന് പോയപ്പോൾ. അപ്പം വേറെ ഒന്നുമില്ല, നല്ലൊരു വ്ളോഗാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കൂടെ നമ്മൾ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഒരു ഇത് അതൊന്നും എല്ലാത്തിനും ഒരു ഇതുണ്ടല്ലോ, അത് ഇപ്പോൾ വന്ന് മാഗി കഴിച്ചുകൊണ്ടിരിക്കും. അപ്പം ശരി, വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.